കമലേ, ആരിത്? സുമയോ? എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ കാലുവേദനയൊക്കെ ഇപ്പൊ കുറവുണ്ടോ? കുറച്ച് മാറ്റമുണ്ട്. മിനി പോയി അല്ലേ? അവളെ പറഞ്ഞയച്ചു. നന്നായി. അല്ലെങ്കിലും വീട്ടു ജോലിക്കൊക്കെ ഒരാളുണ്ടെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. അത് നിന്റെ വീട്ടിൽ ജോലിക്ക് ആളില്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് അങ്ങനെ തോന്നുന്നത്? അയ്യോ അല്ല, സുമേഷ് ഏട്ടൻ എപ്പോഴും പറയും ഒരാളെ വെക്കാമെന്ന്. ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ? മതി മതി നിന്റെ തള്ളു. നീ എന്താ സുമേ രാവിലെ എപ്പോഴും പുട്ടാണോ കഴിക്കാറ്? അതെന്താ കമലേ, എപ്പം നോക്കിയാലും നീ ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. ഒന്ന് പോടി, അവളുടെ ഒരു തമാശ. അതൊക്കെ പോട്ടെ, നിന്റെ റെസ്റ്റ് എപ്പോഴാ കഴിയുക? ഇനി 2-3 ദിവസം കൂടെ ഈ കിടപ്പ് കിടക്കണം. 2-3 ദിവസം കഴിഞ്ഞാൽ നിനക്ക് എണീച്ച് നടക്കാമോ? അതെന്നാ ഡോക്ടർ പറഞ്ഞത്. നീ ഇല്ലേറ്റൊരു സുഖവും ഇല്ല. എനിക്ക് ഭയങ്കര ബോറടിയാ, അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത്. എന്നാ പിന്നെ ശരി കമലെ, പിള്ളേർ ഇപ്പൊ സ്കൂളിൽ നിന്ന് വരും. ശരിയടി. അവളുടെ പറച്ചൽ കേട്ടാത്തൊന്നും ഞാനില്ലേറ്റ് അവൾക്ക് ഒന്നും നടക്കുന്നില്ല എന്ന്. എന്റെ കാല് പൊട്ടിയ വിവരം നാട് മുഴുവൻ അവൾ അറിയിച്ചിട്ടുണ്ടാവും. അവൾ ആരാ മോളെ? എനിക്ക് അറിയില്ലേ അവളെ. കമലെ, അതെന്താ സുമേ നീ പോയില്ലേ? ഇല്ല കമലെ, നിന്നെ കാണാനുണ്ട്. നമ്മുടെ അയൽക്കൂട്ടത്തിലെ ആളുകൾ വരുന്നു. അതിന് അവർക്കൊക്കെ എങ്ങനെ തിരിഞ്ഞു എന്റെ കാലൊടിഞ്ഞത്? അത് പിന്നെ ഞാൻ അവരോട് പറഞ്ഞിരുന്നു നിന്റെ കാലൊടിഞ്ഞ വിവരം. എനിക്കറിയാം നീ എല്ലാരോടും പറയുമെന്ന്. നീ നാട്ടിൽ മുഴുവൻ പാട്ടാക്കിയിട്ടുണ്ടാവുമല്ലേ കമലെ? ആരൊക്കെയായി വന്നത്? നീ വല്ലാത്ത വീകൽ വീണു എന്ന് പറഞ്ഞു സുമ. നിനക്ക് നല്ല പരിക്കുണ്ടല്ലേ? ഇത് കുറച്ച് ഫ്രൂട്ട്സാ. നാട്ടിൽ മുഴുവൻ പാട്ടായിരിക്കുമല്ലേ എന്റെ കാലൊടിഞ്ഞ വിവരം? അതൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷെ ആരല്ലോ പറയുന്നത് കേട്ടു. എന്താ നിങ്ങൾ കേട്ടത്? വയസ്സാം കാലത്ത് ഡാൻസ് കളിക്കാൻ പോയിട്ട് ചന്തിയും കുത്തി വീണു എന്നാ പറയുന്നത് കേട്ടത്. ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്ക്? ഇപ്പൊ കുറവുണ്ട്. നിങ്ങൾക്ക് മമ്മിയെ കാണാൻ വന്നതാണോ? അതെ മോനെ. നിങ്ങളാണ് ഈ ഫ്രൂട്ട്സ് കൊണ്ടുവന്നത്? അതെ അതെ. ഈ സുമയാന്റി എല്ലാം വരും മമ്മിയെ കാണാൻ. ഇതുവരെ ഒരു മിഠായി പോലും കൊണ്ടുവന്നില്ല. കുഞ്ചുസേ, നിന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ആരും പറഞ്ഞതല്ല. നല്ല നാരങ്ങയുടെ മണം മണത്തപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇതിൽ നിന്നൊരു നാരങ്ങ ഞാൻ എടുത്തോട്ടെ മമ്മി? ഇവനെ ഇവരുടെ മുന്നിൽ വെച്ച് ഇപ്പൊ നാറ്റിക്കുമല്ലോ. മോനെ കുഞ്ചുസേ, ഫ്രിഡ്ജിലത് ആപ്പിളും നാരങ്ങയും മുന്തിരിയും ഒക്കെ. മോൻ അത് പോയി കഴിച്ചോ? അതൊക്കെ എപ്പം വാങ്ങി? ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കണ്ടത് ചിരണ്ടിയ ബാക്കി തേങ്ങയും പൊളിച്ച കറിയുമാണല്ലോ. അതൊക്കെ ഒരു ബോക്സിലായിട്ട് വെച്ചത്. അത് കാണാത്തത് കൊണ്ട് ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. കാണാത്തത് കൊണ്ടൊന്നുമല്ല, ഞാൻ ഫ്രിഡ്ജ് മൊത്തം അടിച്ചു പൊറിച്ചതാ. അതിലൊന്നും ഞാൻ കണ്ടില്ല. ഈ മമ്മി വെറുതെ പറയുക. എനിക്ക് വേണം ഈ ഫ്രൂട്ട്സ്. മമ്മി, ഇത് കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാട്ടോ. അയ്യേ, ആകെ നാണക്കേടായല്ലോ. പിള്ളേര് കാണാണ്ട് ഒളിപ്പിച്ച് വെക്കുന്നത് കൊണ്ടാ ഇവിടുത്തെ ഫ്രിഡ്ജ് മുഴുവൻ ഫ്രൂട്ട്സ് തന്നെയാണ്. ഞങ്ങൾ വിശ്വസിച്ചു കമലെ. എന്നാ ശരി കമലെ, നിന്റെ സുഖമായിട്ട് നമുക്ക് പിന്നെ കാണാലോ. അതെ അതെ, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. ആയിക്കോട്ടെ, എന്നാ പിന്നെ ശരി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ നടന്നതൊക്കെ ഇവരെല്ലാവരോടും പോയി പറയുമല്ലോ. ആ ചെറുക്കനെ എന്റെ കയ്യിൽ ഇങ്ങ് കിട്ടട്ടെ, കാണിച്ചു കൊടുക്കാം ഞാൻ. മനുഷ്യനെ നാണം കെടുത്തി. അവന്റെ ഒരു പുളിച്ച കറിയും ചിരണ്ടിയ ബാക്കി തേങ്ങയും. വേറെന്തൊക്കെ സാധനം ഉണ്ടായിരുന്നു അവന് പറയാൻ? ഒന്നുമില്ലെങ്കിലും അവൻ ഐസ്ക്രീം, കേക്ക് എന്നൊക്കെ പറയാമായിരുന്നു. എന്ത് ചെയ്യാനാ, വരാനുള്ളത് ഒരിക്കലും വഴിയിൽ തങ്ങില്ലല്ലോ. നല്ല മധുരമുണ്ടല്ലോ. പീക്കിരിയും അപ്പൂസും കാണാത്ത ഗുണമായി. അവര് കാണാത്തത് കൊണ്ട് മുഴുവൻ എനിക്ക് തന്നെ തിന്നാം. അതെന്താ ഇവിടുന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്? ഞാനും കേട്ടൊരു ശബ്ദം. അയ്യോ, ഇവന്മാര് കണ്ടോ? നല്ല ഫ്രൂട്ട്സിന്റെ മണം. അതാ ചേച്ചി, അവൻ അവിടെ നിന്ന് ഫ്രൂട്ട്സ് തിന്നുന്നു. ഏടാ കേമ, നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഇതെവിടുന്നാ നിനക്ക് ഫ്രൂട്ട്സ് കിട്ടിയത്? അത് പിന്നെ എനിക്ക് നിനക്ക് അത് പിന്നെ ഇത് മമ്മിയെ കാണാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിമാർ വരുമ്പോൾ കൊണ്ടുവന്നതാ. ഇത് ഞാൻ ഓതി വെക്കുകയാ നിങ്ങൾക്കും കൂടെ തരാൻ. പിന്നെ നീ ഓതി വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയേനെ. ഞങ്ങൾക്ക് തരാണ്ട് ഒറ്റയ്ക്ക് തിന്നാനുള്ള നിന്റെ പ്ലാൻ ആയിരുന്നില്ലടാ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് തരാണ്ടുണ്ടോ ഞാൻ തിന്നുന്നു? അതിന് നീ ഞങ്ങൾക്ക് തന്നിട്ട് എപ്പോഴാ എന്തെങ്കിലും തിന്നത്? നിന്റെ വിളച്ചൽ ഞങ്ങളെടുത്ത് വേണ്ട കേട്ടോ. വിളച്ചലോ? എന്ത് വിളച്ചല്? നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. പിന്നെ നിങ്ങൾക്കും കൂടെ വെച്ചതാ. ഇത് നിങ്ങളും കൂടെ കഴിച്ചോ. പിന്നെ നിന്റെ ഔദാര്യം കിട്ടിയിട്ട് വേണ്ടേ ഞങ്ങൾക്ക് കഴിക്കാൻ? നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്നെ ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. എനിക്ക് തരാണ്ട് തിന്നത് ഞാൻ എന്തായാലും മമ്മിയോട് പറഞ്ഞു കൊടുക്കും. അതിന് നിനക്ക് തരാണ്ട് ഞാൻ തിന്നില്ലല്ലോ. ഇത് നിനക്കും കൂടെ വെച്ചതാ. നീ തിന്നോ. നീ തിന്നതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ എനിക്ക് തന്നാ മതി. അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ തിന്നതിന്റെ ബാക്കി ഉണ്ടാവില്ല. ഇത് മുഴുവൻ എനിക്ക് വേണം. പിങ്കി, കുഞ്ചുസേ, അപ്പൂസേ, എന്താ അവിടെ ഒരു ബഹളം കേൾക്കുന്നത്? അതൊന്നുമില്ല മമ്മി. ഉണ്ട് മമ്മി. ഈ മാത്രയില്ലേ എനിക്ക് തരാണ്ട് ഫ്രൂട്ട്സ് തിന്നു. എനിക്കും തരാണ്ട് തിന്നു. ഞങ്ങൾക്കൊന്നും തരാണ്ട് അവൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ഫ്രൂട്ട്സ് തിന്നുകയാ. ഞങ്ങളിപ്പം വന്നില്ലെങ്കിൽ ഇത് മുഴുവൻ ഇവൻ കാലിയാക്കുമായിരുന്നു. അവനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നെ നാണം കെടുത്തിയതും പോരാ, ശരിക്കും ഇപ്പൊ ഇവിടെ കാല് പൊട്ടിയത് എന്റേതോ അതോ നിങ്ങളുടേതോ? അതെന്താ മമ്മി അങ്ങനെ ചോദിച്ചത്? അത് അവർ എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആണ്. പക്ഷെ നിങ്ങൾ അതിൽ നിന്നൊരു മുന്തിരി കഷ്ണം വരെ എനിക്ക് തന്നില്ല.
അതിപ്പോ മമ്മി തിന്നാലും ഞങ്ങൾ തിന്നാലും എല്ലാം ഒറ്റയിലേക്കല്ലേ സാധനം പോകുന്നത്. അതെവിടത്തേക്കാ പോകുന്നത്? അത് കക്കൂസിലേക്ക് തന്നെ. ഇവളുടെ ഒരു കാര്യം. അയ്യേ ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? മൂന്നിനും എന്റെ നല്ല തല്ലുകൊള്ളും. അവരുടെ ഒരു തമാശ. നിങ്ങളുടെ കളി കണ്ടാത്തൊന്നും ജനിച്ചിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് ഒന്നും കണ്ടിട്ടില്ല എന്ന്. മനുഷ്യനെ നാണം കെടുത്താൻ. എന്റെ കാലം നിങ്ങൾ ശരിയാവട്ടെ, ഞാൻ കാണിച്ചു തരാം മൂന്നിനും. അയ്യോ മമ്മി നല്ല ചൂടിലാണല്ലോ ഉള്ളത്. അതിനൊരു കാര്യം ചെയ്യാം. ഈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് നല്ല തണുത്ത പാലിൽ ഒരു ജ്യൂസ് അടിച്ച് മമ്മിക്ക് അങ്ങ് കൊടുക്കാം. അപ്പൊ ചൂടൊക്കെ താനെ ആറിക്കോളും. ആ അത് നീ പറഞ്ഞത് ശരിയാ. എന്നാ പോയിട്ട് നീ ജ്യൂസ് അടിക്ക്. അമ്പട പുളിസോ, ഞാൻ ജ്യൂസ് അടിച്ചു തന്നെ. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അടിക്ക്. തുടങ്ങി അവൾ വീണ്ടും. എന്നാ നീ പോയിട്ട് അടിക്ക്. അതിനെനിക്ക് അറിയില്ല ജ്യൂസ് അടിക്കാൻ. നിനക്ക് പിന്നെ എന്താ അറിയാവുന്നത്? എനിക്കൊന്നും അറിയില്ല. നിനക്ക് അറിയാത്ത പ്രശ്നമല്ലേ ഉള്ളൂ. അത് ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെയാ ജ്യൂസ് അടിക്കേണ്ടതെന്ന്. അയ്യോ എനിക്ക് പഠിക്കണ്ട. എനിക്ക് സ്കൂളിൽ തന്നെ കുറെ പഠിക്കാൻ. പിന്നെയല്ലേ ജ്യൂസ് അടിക്കുന്നത്. പഠിച്ച പണി നീ തന്നെ ചെയ്താൽ മതി. എനിക്ക് ഫ്രൂട്ട്സും വേണ്ട ജ്യൂസും വേണ്ട. ഞാൻ പോകുന്നു, എനിക്ക് കുറെ പഠിക്കാനുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ ജ്യൂസ് അടിക്കുന്നത് നിന്നെ പഠിപ്പിക്കാം. അയ്യോ എന്നെയോ? ഞാൻ കുഞ്ഞല്ലേ. ബാക്കി ഒരു കാര്യത്തിന് നിന്റെ ഈ കുട്ടിത്തരം കാണുന്നില്ലല്ലോ. അത് പിന്നെ ഏത് പിന്നെ ഒരത് പിന്നെയും ഇല്ല. നീ ഇങ്ങ് വാ, ഞാൻ പഠിപ്പിച്ചു തരാം. ചേച്ചി തന്നെ അങ്ങ് പഠിച്ചത് പറ്റിയാൽ മതി. ജ്യൂസ് അടിച്ചിട്ട് കുറച്ചുണ്ടെങ്കിൽ എനിക്കും തന്നാ മതി. എനിക്കും പഠിക്കാനുണ്ട്. ഞാനും പോട്ടെ. ജ്യൂസ് അടിച്ചിട്ട് എന്നെ വിളിക്കണേ ചേച്ചി. രണ്ടുപേരും പോയോ? വെറുതെ പറഞ്ഞ് ജ്യൂസ് അടിക്കാമെന്ന്. മോളെ പിങ്കി, എന്താ അവിടെ ഒരു ജ്യൂസിന്റെ കിസ്സ പറയുന്നത്? മമ്മിക്ക് വേണ്ടിയിട്ടാണോ? നല്ല മോളെ, എന്നാ ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ചിട്ട് ഇങ്ങ് എടുത്തോ. വേണ്ടായിരുന്നു, ഒന്നും പറയണ്ടായിരുന്നു. ഇതിപ്പം പണി മുഴുവൻ എന്റെ തലയിലായല്ലോ. ദാ മമ്മി, ഞാൻ കൊണ്ടുതരാം. ഹോ, രക്ഷപ്പെട്ടൂലേ സുഖുവേട്ടാ. എത്ര ദിവസമായി ഞാൻ കാലിന് കെട്ടും കെട്ടി വീട്ടിൽ തന്നെ നിൽക്കുന്നു. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. ഇപ്പോഴാ എന്റെ സമാധാനം നഷ്ടപ്പെട്ടത്. നീ കാലും ഒടിഞ്ഞ് കിടന്നത് കൊണ്ടേ മനുഷ്യന് കുറച്ച് ചെവിക്ക് സ്വൈര്യമുണ്ടായിരുന്നു. നിന്റെ കിണുകിണി കേൾക്കണ്ടായിരുന്നല്ലോ. ആഹാ കൊള്ളാലോ നിങ്ങൾ. എന്റെ കാലൊടിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നിങ്ങളായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഹോ, അത് പറയുമ്പോൾ എന്താ ഒരു സന്തോഷം. നിങ്ങൾ അങ്ങ് വീട്ടിലേക്ക് വാ, ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അയ്യോ, ഇവൾ വീണ്ടും തുടങ്ങിയോ? തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മമ്മി വന്നെന്ന് തോന്നുന്നു. അതെ അതെ, വണ്ടിയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്. വാ, നമുക്ക് ചെന്ന് നോക്കാംലേ. മക്കളെ, നിങ്ങൾ എവിടെ? ഞങ്ങൾ ഇവിടെ മമ്മി. ആഹാ, ടിവി കാണുകയായിരുന്നോ? അതെ മമ്മി. മമ്മി, മമ്മിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാം കുറവുണ്ട് മോനെ, എന്നാലും നല്ല ക്ഷീണമുണ്ട്. കുറച്ച് ദിവസം കൂടെ നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പപ്പ എവിടെ പോയി? പപ്പ മമ്മിയെയും ഇവിടെ ആക്കിയിട്ട് ടൗണിലേക്ക് പോയി. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ല മമ്മി, മമ്മിയും കൂടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അതിന് ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ മമ്മി. ഉണ്ടാക്കിയില്ലേ? അതെന്താ? മമ്മി കിടപ്പിലായേ. സാധാരണ പപ്പ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടാ ഓഫീസിലേക്ക് പോകാറ്. ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. ഓഹോ, എന്റെ കാലിന് ശരിയായിട്ടില്ല. അപ്പോഴേക്ക് മുഴുവൻ ജോലിയും എന്റെ തലയിൽ തന്നെ ആയോ? സുഖവേട്ടനിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കാം. വെറുതെ അല്ല എന്നെയും ഇവിടെ ആക്കിയിട്ട് വേഗം അങ്ങ് ടൗണിലേക്ക് പോയത്. എനിക്കാണെങ്കിൽ ഒന്നിനും വയ്യ, നല്ല ക്ഷീണവുമുണ്ട്. മിനിയെ പറഞ്ഞയക്കണ്ടായിരുന്നു. അവൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും വെച്ചും വിളമ്പിയും തരുമായിരുന്നല്ലോ. മമ്മി തന്നെയാണോ പറയുന്നത്? മമ്മിയല്ലേ മിനിയാണ്ടി എവിടെ ഓടിച്ചത്? അതേ മോളെ, ഒരു അബദ്ധം പറ്റിയതാ. പക്ഷെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നോടാണെങ്കിൽ ഡോക്ടർ പറഞ്ഞേക്ക് ഒരു മാസത്തോളം ഇനിയും നല്ല റെസ്റ്റ് വേണമെന്ന്. സാരമില്ല മമ്മി, നമുക്ക് പുതിയൊരാളെ നോക്കാം. ജോലിക്ക് ഇവിടെ ഒരാൾ നിർബന്ധമാണ്. വാ മക്കളെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അടുക്കളയിൽ ഉണ്ടോ എന്ന് നോക്കാം. 1 2 3 4 5 6. ദാപ്പുസേ, ദാപ്പുസേ, നീ എന്താക്കുകയാ? അതെ ചേച്ചി, ഞാൻ എക്സസൈസ് ചെയ്യുകയാ. എക്സസൈസോ? എന്ത് എക്സസൈസ്? അതെ, അത് ഞാൻ എന്റെ കയ്യിലും കാലിന്റെ ഒക്കെ മസിൽ കൂട്ടുകയാ. അതെന്തിനാ ഇപ്പൊ നീ തിരക്കിട്ട് മസിൽ കൂട്ടുന്നത്? അതെന്റെ ക്ലാസ്സിലത്തെ പാറു ഇല്ലേ, അവൾ എന്നോട് പറയുക എനിക്ക് തീരെ മസിലില്ല എന്ന്. ഓഹോ, അപ്പൊ നീ അവൾക്ക് വേണ്ടിയിട്ട് മസിൽ കൂട്ടുകയാണല്ലേ? അങ്ങനെയൊന്നുമില്ല. അത് പറയുമ്പോ എന്താ അവന്റെ ഒരു നാണം? എന്താ നിങ്ങൾ തമ്മിൽ ലവ്വാ? ഈ ചേച്ചിയുടെ ഒരു കാര്യം. മനസ്സിലായി മനസ്സിലായി, ലവ് ലവേ. ചേച്ചി, എനിക്ക് നാണം വരുന്നു. അവന്റെ ഒരു നാണം. മുട്ടേ നിന്നെ വിരിഞ്ഞില്ല, അപ്പോഴേക്കും അവന്റെ ഒരു ലവ്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഏതാണാ പാറു? അവളെ ഒന്ന് ഞാൻ കാണട്ടെ. അയ്യോ ചേച്ചി, ചതിക്കല്ലേ. നിങ്ങൾ രണ്ടാളും ഇവന്റെ ക്ലാസ്സിൽ
പറയുന്നത്? അതെങ്ങനെ ഇവന്റെ ക്ലാസ്സിലത്തെ പാറുവിനെ നിനക്കറിയാവുന്നത്? അത് പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അവളെ. നിങ്ങൾ രണ്ടാളും സ്കൂളിൽ പോകുന്നത് പഠിക്കാനോ അല്ലെങ്കിൽ കണ്ട പാറുവിനെയും പാറേനെയും നോക്കി നിൽക്കാനോ? ഏതാണ് ആ ഭൂലോക സുന്ദരി? എനിക്കൊന്ന് കാണണമല്ലോ അവളെ. എനിക്കതിന് അവളെ അറിയത്തൊന്നുമില്ല. അപ്പൊ നീയല്ലേ ഇപ്പൊ പറഞ്ഞത് നിനക്കും അറിയാം അവളെ എന്ന്? അത് പിന്നെ അത് ഞാൻ അവളെ കണ്ടിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഒലക്ക, ഇവന്റെ പണി തന്നെ അവളുടെ പുറകെ നടക്കല. അവളെ ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനാണ് ഞാൻ. ഒരു രക്ഷകനും ശിക്ഷകനും വന്നിരിക്കുന്നു. രണ്ടിനും ഞാൻ കാണിച്ചു തരാം. രണ്ടാളോടും അങ്ങ് അകത്തേക്ക് കയറി പോകാനാ പറഞ്ഞത്. അതെന്താ ചെവി കേട്ടില്ലേ? അങ്ങ് അകത്തേക്ക് കയറിപ്പോ. രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്. മമ്മിയോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. ആകെ ഉറുമ്പിന്റെ അത്രയേ ഉള്ളൂ രണ്ടും. എന്നിട്ട് അവരുടെ ഒരു പ്രേമം. നീയോ? നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ ഇതിലൂടെ പോകുമ്പോൾ നിന്നെ കാണാൻ കാര്യതാ. എന്നെ കാണാനോ? അതെന്തിനാ എന്നെ കാണാൻ കാര്യത്? വെറുതെ എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. ചേച്ചി, ഞങ്ങൾ പോയില്ലായിരുന്നു കേട്ടോ. ആരാ ഇത്? അത് പിന്നെ ഇവൻ. ഹലോ, ഞാൻ ഇവളുടെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്നവനാ. എന്റെ പേര് ജിമ്മി. ഹലോ, നൈസ് ടു മീറ്റ് യു. പിങ്കി, എന്നാ ഞാൻ പോകട്ടെ, നമുക്ക് പിന്നെ കാണാം. ബൈ. ആരാ അത്? നിന്റെ ലവറാണോ? എന്തോന്ന് അവന്റെ പേര് പറഞ്ഞത്? ജിമ്മി എന്ന് കേട്ടിട്ട് ഒരു പട്ടിക്കിരുന്ന പേര് പോലെയുണ്ടല്ലേ? അവൻ എന്റെ ലവറും കുവറും ഒന്നുമല്ല. അവൻ എന്റെ ക്ലാസ്സിൽ കൂടെ പഠിക്കുന്നവനാ. അവൻ ഇതിലൂടെ പോകുമ്പോൾ വെറുതെ എന്നെ കാണാൻ വന്നതാ. ഞങ്ങൾ വിശ്വസിച്ചു. എന്തായിരുന്നു അവളുടെ പ്രസംഗം? കാണിച്ചു തരാം. ഞങ്ങൾ എന്തായാലും മമ്മിയോട് പറഞ്ഞു കൊടുക്കും. മമ്മിയോട് എന്ത് പറഞ്ഞു കൊടുക്കുമെന്ന്? നിന്നെ കാണാൻ ഒരുത്തൻ ഇവിടെ വന്നെന്നും നീ അവനോട് കൊഞ്ചി കുഴഞ്ഞുവെന്നും ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ദാ ദ്രോഹികളെ ഇല്ലാത്തത് പറയുന്നോ? നീ ഞങ്ങളെ കുറിച്ച് മമ്മിയോട് പറയുമെന്ന് പറഞ്ഞില്ലേ? അതിന് നിങ്ങളെ കുറിച്ച് ഞാൻ ഉള്ളതല്ലേ പറയുന്നത്. നിങ്ങൾ എന്തിനാ ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? നീ എന്ത് പറഞ്ഞിട്ടെന്താ? ഞങ്ങൾ എന്തായാലും ഇതൊക്കെ മമ്മിയോട് പറയും. വാടാ കുഞ്ചൂസേ, നമുക്ക് ഇന്നത്തേക്കുള്ളത് കിട്ടി. അപ്പൂസേ, കുഞ്ചൂസേ പോകല്ല. എടാ, മമ്മിയോടൊന്നും പറഞ്ഞു കൊടുക്കല്ല. നിങ്ങൾക്ക് ഞാൻ മിഠായി വാങ്ങിച്ചു തരാം. അയ്യോ, ഇവരെല്ലാം ഇപ്പൊ കുളമാക്കുമോ? മിഠായി നീ തന്നെ തിന്നോ, ഞങ്ങൾക്ക് വേണ്ട. മമ്മി, മമ്മി. എന്തുവാ രണ്ടും കൂടി ഇങ്ങനെ തൊള്ള കീറുന്നത്? അതില്ലേ മമ്മി, പിങ്കിയില്ലേ അപ്പുറത്ത് നിന്ന് എത്തന്റെ കൂടെ കൊഞ്ചി കുഴയുന്നു. കൊഞ്ചി കുഴയാനോ? ആരുടെ കൂടെ? അതെ, അവളുടെ ക്ലാസ് പഠിക്കുന്ന ഏതോ ഒരു ജിമ്മിയോ കൊമ്മിയോ ഓന്റെ കൂടെയാ കൊഞ്ചുന്നത്. അയ്യോ, എന്റെ ഉള്ള മനസമാധാനം പോയോ? എവിടെ അവളെ നെറ്റി? എടി പിങ്കി, നീ എവിടെ? ഇങ്ങോട്ടേക്ക് വാ. എന്താ മമ്മി? മമ്മി എന്നെ വിളിച്ചോ? എന്താടി ഇവര് പറയുന്നത്? ഇവര് പറയുന്നത് ശരിയാണോ? ഇവരെന്താ പറയുന്നത്? നിനക്കൊന്നും അറിയില്ലേ? നീ അഭിനയിക്കുകയാണോ? ഇവക്കെല്ലാം അറിയാം മമ്മി. ഇവൾ അയ്യോ പാപം അഭിനയിക്കുകയാ. അയ്യോ, എനിക്കൊന്നും അറിയില്ല മമ്മി. ആരാടി നിന്നെ കാണാൻ ഇവിടെ വന്നത്? ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിലേ ശരീരത്തിന് സുഖമില്ല. നീ എന്റെ മനസ്സിനും കൂടെ സമാധാനക്കേട് ഉണ്ടാക്കിയോ? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ആരാടി അവൻ? ഇങ്ങോട്ട് മാറി നിൽക്കട ചെറുക്ക. പറയടി ആരാണെന്ന്. അവൻ എന്റെ കൂടെ ക്ലാസ് പഠിക്കുന്നവനാ. പക്ഷെ അവൻ എന്തിനാ ഇവിടെ വന്നതെന്ന് എനിക്ക് അറിയില്ല മമ്മി. നിന്നെ കാണാൻ വന്നതാണോ അവൻ? അറിയില്ല മമ്മി. അപ്പൊ ഇവര് പറഞ്ഞതോ അവൻ നിന്നെ കാണാൻ വന്നതാണെന്ന്? അതിവര് വെറുതെ നുണ പറയുകയാ. ഡാ, ഇവളെ കാണാൻ വന്നതാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? രണ്ടും കൂടെ വിളിക്കുന്നോ? വിളിക്കാണ്ട് കാര്യം പറ. അത് ഞങ്ങൾ ഊഹിച്ചതാ. ഊഹിച്ചതോ? അതെ, അത് ഞങ്ങൾ വിചാരിച്ചു ഇവളെ കാണാൻ വന്നതാണെന്ന്. അത് മാത്രമല്ല, അവൻ പറഞ്ഞു ഞാൻ ഇതിലൂടെ പോകുമ്പോൾ നിന്നെ കാണാൻ കാര്യതാണെന്ന്. ഓഹോ, അപ്പൊ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണല്ലേ നിങ്ങൾ? രണ്ടിനും ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ, ഓടിക്കോടാ. നിക്കടാ അവിടെ. ഇപ്പൊ മനസ്സിലായില്ലേ മമ്മി, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്? നീ ചെയ്യാണ്ട് പിന്നെ അവനെന്തിനാടി നിന്നെ കാണാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്? സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല മമ്മി. ഇനി പിള്ളേര് പറഞ്ഞതിലെങ്ങാൻ വല്ല സത്യവും ഉണ്ടെങ്കിൽ നിന്റെ ഈ ചുള്ളിക്കാമ്പ് പോലത്തെ കാലും കൈ ഞാൻ തച്ചൊടിച്ചാടിടും. മനസ്സിലായടി? മനസ്സിലായി മമ്മി. എന്നാ പിന്നെ അവിടെ നിന്ന് വായി നോക്കാണ്ട് ഈ പാത്രം മുഴുവൻ കഴുകി വെക്ക്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് തീരെ വയ്യ. നല്ല വേദനയുണ്ട് കാലും വന്ന്. ആ കുരുത്തം കെട്ട പിള്ളേർക്ക് ഞാൻ വച്ചിട്ടുണ്ട്. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ രണ്ടിനും ഇട്ട് നല്ലൊരു പണി കൊടുക്കണം. കാണിച്ചു കൊടുക്കാം ഞാൻ രണ്ടിനും. വീണ്ടും അടുക്കള പണിയൊക്കെ എന്റെ തലയിൽ തന്നെയായോ? എനിക്ക് വയ്യ ഒന്നിനും. ഈ വീട്ടിലത്തെ പണി എടുത്തെടുത്തന്നെ ഞാൻ അരണ്ടുപോയി. എന്റെ കൈയും കാലൊക്കെ കറുത്തുപോയി.
എന്റെ എല്ലാ ഗ്ലാമറും നഷ്ടപ്പെട്ടു. അവന്മാർക്കാണെങ്കിൽ ഒരിക്കലും ഒരു പണിയും ഉണ്ടാവില്ല. എപ്പം നോക്കിയാലും എനിക്കെന്തെങ്കിലും പാരം വെച്ച് നടക്കൽ അവരുടെ പണി. മടുത്തു ഈ ജീവിതം. എന്താടി മുഖം ചാണക ചവിട്ടിയ പോലെ? വന്നോ പാഷാണത്തിലെ കൃമികൾ? നിങ്ങളോട് രണ്ടാളോടും മമ്മി ഈ പാത്രം മുഴുവൻ കഴുകി വെക്കാൻ പറഞ്ഞേക്ക്. ഞങ്ങളോടോ? അതെ, നിങ്ങളോട് തന്നെ. അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. അങ്ങനെ മമ്മി പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ മമ്മിയോട് ചോദിക്ക്, അല്ലെങ്കിൽ ഞാൻ തന്നെ മമ്മിയെ വിളിക്കാം. മമ്മി നല്ല ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പോയത്. ഞാൻ വിളിക്കണോ മമ്മിയെ? ഇതാ അപ്പൂസേ, നമുക്ക് കഴുകി വെക്കാം അല്ലേ? മമ്മി നല്ല ചൂടിലാ ഉള്ളത്. നീ വിളിക്കണ്ട, ഞങ്ങൾ കഴുകി വെച്ചോളാം. ആ, എന്നാ വേഗം കഴുകി വെച്ചോ, ഞാനങ്ങ് അപ്പുറത്തുണ്ട്. രണ്ടും കൂടെ പേടിച്ചിട്ട് മുഴുവൻ കഴുകി വെക്കും ഇപ്പോൾ. രണ്ടിനും അങ്ങനെ തന്നെ കിട്ടണം. തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. ഇനി അവൾ നമുക്കിട്ട് പണി തന്നതാണോ? ആ, അതെങ്ങനെ എനിക്കറിയാവുന്നത്? നമ്മൾ ഇനി എപ്പോഴും ഒരു ജാഗ്രത പാലിക്കണം. അവൾ നമുക്കിട്ട് ഓരോ പണി തരാൻ നോക്കുന്നുണ്ട്. അതെ അതെ. അയ്യോ, സമയം വൈകിയോ? സ്കൂളിൽ പോകാൻ ടൈമായല്ലോ. ഓഹോ, രണ്ടും കൂടെ നല്ല ഉറക്കമാണല്ലോ. എന്താ അവരുടെ ഒരു ഒത്തൊരുമ? കിടത്തം കണ്ടാ മതി. ഇന്ത്യയുടെ ഭൂപടം പോലുള്ള കിടത്തമ്മ. രണ്ടും കൂടെ എനിക്ക് പാരയും വെച്ചിട്ട് കിടക്കുന്നതാ. കാണിച്ചു തരാൻ ഞാൻ രണ്ടിനും. രണ്ടിനെയും ഞാൻ വിളിക്കില്ല. മമ്മി വന്നിട്ട് നല്ല തല്ല് കൊള്ളട്ടെ. മമ്മി, മമ്മി. എന്തുവാടി വിളിച്ചു കൂവുന്നത്? എവിടെ മമ്മി ഫുഡ്? എനിക്ക് പോകാൻ നേരമായി. വണ്ടി ഇപ്പം വരും. ഹോ, നിനക്കൊക്കെ അവിടെ നിന്ന് കൽപ്പിച്ചാ മതിയല്ലോ. ഞാൻ ഒറ്റ അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടണ്ടേ? ഒരു ഗ്ലാസ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി തരാൻ ഒരാളെയും കിട്ടില്ല. രാവിലെ തന്നെ മമ്മിയുടെ പരാതിപ്പെട്ടി തുറക്കല്ലേ. എന്തുവാ ഇവിടെ കഴിക്കാനുള്ളത്? പുട്ടും കടലയുമാണ് ഉണ്ടാക്കിയത്. അയ്യേ, ഇന്നും പുട്ടും കടലയാണോ? ഇവിടെ എപ്പോ നോക്കിയാലും ഇത് മാത്രമേ ഉണ്ടാക്കൂ. എന്നാ പിന്നെ തമ്പുരാട്ടിക്ക് ഞാൻ സാൻഡ്വിച്ച് ബർഗർ ഉണ്ടാക്കി തരാം. അതൊക്കെ മമ്മിക്ക് ഒരു ബുദ്ധിമുട്ടാകില്ലേ? വെറുതെ രാവിലെ തന്നെ എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഉണ്ടാക്കിയത് എന്താന്ന് വെച്ചാൽ കഴിച്ചിട്ട് സ്കൂളിൽ പോകാൻ നോക്ക്. എവിടെ മറ്റേ രണ്ടെണ്ണം? അവരിതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ആ, എനിക്കറിയില്ല അവരെവിടെയാ ഉള്ളതെന്ന്. അതെന്താ നിനക്കറിയാത്തത്? നിങ്ങൾ ഒരുമിച്ചല്ലേ കിടന്നത്? ഒരുമിച്ചാ കിടക്കൊക്കെ ചെയ്തത്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് എന്റെ പണിയൊക്കെ കഴിച്ചു. അവർ എഴുന്നേറ്റില്ലെന്നാ തോന്നുന്നത്. എന്ത്? എഴുന്നേറ്റില്ലെന്നോ? അതെന്താ അവർക്ക് സ്കൂളിൽ പോകണ്ടേ? മമ്മി ചെന്ന് നോക്കി എഴുന്നേറ്റെന്ന്. ഇപ്പൊ രണ്ടിനും നല്ലോണം കൊള്ളും. നല്ല രസമുണ്ടാവും മടി കിട്ടുന്നത് കാണാൻ. ഒന്ന് ചെന്ന് നോക്കാം. രണ്ടും ഇതുവരെ എഴുന്നേറ്റില്ലേ? നിങ്ങൾ എന്താ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങളോടാ പറഞ്ഞത് എഴുന്നേൽക്കാൻ. മമ്മി എന്താ രാവിലെ തന്നെ ചൂടില്? ചൂടിലല്ല, ചൂട് വെള്ളം എടുത്ത് രണ്ടിന്റെ മുഖത്ത് വയ്ക്കുകയാ വേണ്ടത്. അയ്യോ, ചൂട് വെള്ളമോ? അതെന്തിനാ? അതെന്താ നിങ്ങൾക്ക് രണ്ടാക്കും ഇന്ന് സ്കൂളില്ലേ? അതെന്താടാ ഇന്ന് സ്കൂൾ ലീവാണോ? അയ്യോ അല്ല, സമയം കുറെ ലേറ്റ് ആയി. സമയം ലേറ്റ് ആവാനോ? അതെന്താ സംഭവിച്ചത്? ഓലക്ക, രണ്ടും കൂടെ പോത്ത് കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങിയതും പോരാ, നിന്ന് പ്രസംഗിക്കാൻ നിൽക്കുന്നു. അതെന്താ നിങ്ങളെ പോലെ തന്നെ ഇവൾ സ്കൂളിൽ പോകാൻ റെഡിയായത് നിങ്ങൾ കാണുന്നില്ലേ? നോക്കടാ അപ്പൂസേ, അവൾ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടാ ഉള്ളത്. ഇപ്പം വണ്ടി വരും. ഇന്നത്തെ സ്കൂൾ എങ്ങാൻ കട്ടായിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും ഒറ്റക്കാലിൽ നിൽപ്പിച്ച് ഞാൻ പഠിപ്പിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. വേഗം പോകാൻ റെഡി ആയിക്കോ. കിട്ടണ രണ്ടിനും. കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയതല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ഉറക്ക്? ഉറക്കിനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നോ? ഓഹോ, അപ്പൊ നീ ഞങ്ങളെ മനഃപൂർവ്വം വിളിച്ച് എഴുന്നേൽപ്പിക്കാത്തതാണല്ലേ? അതെ അതെ. മമ്മീന്റെ അടുത്ത് രണ്ട് ചീത്ത നിങ്ങൾക്ക് കിട്ടിയപ്പോൾ എനിക്ക് നല്ല മനസ്സിനൊരു സുഖം. എന്നാ ഞാൻ പോട്ടെ, വണ്ടി ഇപ്പം വരും. ഇന്ന് നിങ്ങൾ രണ്ടാളും കൊച്ചകളാ, കൊച്ചകൾ. അതെന്താടി? മമ്മി നിങ്ങൾ രണ്ടാളെയും ഇന്ന് ഒറ്റക്കാലിൽ നിൽപ്പിക്കും. അപ്പൊ നിങ്ങളെ കാണാൻ കൊച്ചകളെ പോലെ തന്നെ ഉണ്ടാകും. രണ്ടാളും ഇന്ന് അങ്ങനെ നിന്നോട്ടോ. ഞാനെന്നാ പോട്ടെ. ടാറ്റാ. വാ ദുഃഖാവാലയ ദുഃഖാവാലയ. നമുക്ക് രണ്ട് ചീത്ത കിട്ടിയപ്പോൾ എന്താ അവളുടെ സന്തോഷം. അതെ അതെ, അവളുടെ ഒരു വാതു കാവാലയ. അല്ല കമലെ, ഇതെന്താ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ? മമ്മി വിശക്കുന്നുണ്ട്. ഇതെന്താ പ്ലേറ്റ് ഒക്കെ എങ്ങനെ കാലിയായി കിടക്കുന്നത്? പ്ലേറ്റ് കാലിയായത് അതിൽ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട്. അത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്താ പറ്റി മമ്മി, ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? നീ എന്താ കമലെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? പിള്ളേരെ ചോദിക്കുന്നതിന് ഉത്തരം കൊടുക്ക്. എന്നാ എല്ലാരും സ്വസ്ഥമായി കേട്ടോ, ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
തമാശ കളിക്കാതെ നീ പോയി ചോറ് വിളമ്പ്. എനിക്ക് വിശന്നിട്ട് വയ്യ. അതെന്താ നിങ്ങൾക്ക് ചെവി കേൾക്കില്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഞാനിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്തു പറ്റി? അതെന്താ നീ ഇന്നൊന്നും ഉണ്ടാക്കാതിരുന്നത്? അയ്യോ, എനിക്ക് വയ്യ. എന്റെ കാല് പൊട്ടിയതിനു ശേഷം എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാൻ വയ്യ. എനിക്ക് അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടാൻ വയ്യ. എന്തൊക്കെ ജോലികളാ ഞാൻ ചെയ്യേണ്ടത്? ഒറ്റക്കൊരു ജോലിയും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഓഹോ, അപ്പൊ അതാണോ കാര്യം? മമ്മിക്കൊന്നിനും വയ്യാത്തത് കൊണ്ടല്ലേനോ പപ്പ മിനിയാന്റി ആക്കി തന്നത്? അതെ അതെ, മമ്മി വെറുതെ മിനിയാന്റിയെ പറഞ്ഞയച്ചു. എന്നിട്ട് അവളിപ്പോ മോങ്ങാൻ നിൽക്കുന്നു. മിനിയെ പറഞ്ഞയച്ചത് എനിക്കൊരു അബദ്ധം പറ്റിയതാ. സുഖുവേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുമോ? എന്താ? എന്തു കാര്യമാ? നമുക്ക് മിനിയെ ഒന്ന് തിരിച്ചു വിളിച്ചാലോ? പിന്നെ നീ വിളിക്കുമ്പോ വരാൻ അവളുണ്ടല്ലോ അവിടെ നിന്ന് തന്നിക്ക്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. എന്ത് ചെയ്യാനാ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. മമ്മിക്ക് പറ്റുന്ന ഒരു അബദ്ധം കൊണ്ടും കഷ്ടപ്പെടുന്ന ഞങ്ങളാ. വിശന്നിട്ട് കൂടുതൽ കരിയുന്നു. ഓഹോ, അപ്പൊ അതാണ് ഇവിടെയൊക്കെ ഒരു കരിഞ്ഞ മണം. അവന്റെ ഒരു തമാശ. മമ്മി, ഞങ്ങളിപ്പോ എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിക്കും. വിശന്നിട്ട് നിൽക്കാൻ വയ്യ. നിങ്ങൾ വരുത്തിക്കുകയോ വരുത്താതിരിക്കുകയോ എന്തെങ്കിലും ചെയ്, എനിക്കൊന്നിനും വയ്യ. സാരമില്ല കമലെ, ഡോക്ടർ പറഞ്ഞില്ലേ നിനക്ക് കുറച്ചും കൂടെ റെസ്റ്റ് വേണമെന്ന്. ഞാൻ വേറൊരാളെ പണിക്ക് കിട്ടുമോ എന്ന് നോക്കട്ടെ. നേരാണോ സുഖുവേട്ടാ? അതെ അതെ, എന്റെ പരിചയത്തിൽ ഒരാളുണ്ട്. ഞാൻ അവരോട് വരാൻ പറയാം. നോക്ക്, മമ്മിയുടെ മുഖത്തെ ഒരു സന്തോഷം. ഒന്ന് പോടി അവിടുന്ന്. അതൊക്കെ പോട്ടെ, ഇപ്പം നമുക്ക് എന്താ കഴിക്കാനുള്ളത്? ഇന്ന് നമുക്ക് എന്നാൽ പുറത്തു പോയി കഴിക്കാം. എല്ലാവരും വേഗം പോയി റെഡി ആയിക്കോ. മമ്മി, ഇതെന്താ ഫുഡ് വരാത്തത്? എത്ര നേരമായി കാത്തു നിൽക്കുന്നു? ഇപ്പം വരുമോനെ, ഒന്ന് ക്ഷമിക്കേ. ഇരുന്ന് മനുഷ്യന്റെ ക്ഷമയുടെ നെല്ലിപ്പലക നഷ്ടപ്പെട്ടു. കൊതിയനാവല്ലേ നീ? കൊതിയനാവുന്നതല്ല, ഇരുന്ന് എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. നിനക്കതിന് പോയിട്ട് മൂത്രം ഒഴിച്ചോറോ? നിന്നോട് ആരെങ്കിലും മൂത്രം ഒഴിക്കണ്ടെന്ന് പറഞ്ഞോ? അത് തന്നെ, നീ എന്താ പോയിട്ട് മൂത്രം ഒഴിക്കാത്തത്? അതെ, ഞാനെങ്ങാൻ മൂത്രം ഒഴിക്കാൻ പോയ സമയത്ത് ഫുഡ് വന്നാൽ നിങ്ങൾ എടുത്ത് കഴിച്ചാലോ? വെറുതെ അല്ല നിന്നെ കൊതിയെന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ അലച്ച കളി കളിക്കല്ല, കുറച്ച് ഡീസന്റിൽ ഇരിക്കി. മക്കളെ, കുറച്ചും കൂടെ ക്ഷമിക്ക്. ഇപ്പം വരും ഫുഡ്. പാപ്പ, എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു തരണേ. അതെന്താ നിനക്ക് മാത്രം? ഞങ്ങൾക്കും വേണം. അതെ അതെ, ഞങ്ങൾക്കും വേണം. ശരി മക്കളെ, നിങ്ങൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കഴിച്ചോ? ആഹാ, അങ്ങനെ അധികമായിട്ടൊന്നും കഴിക്കണ്ട. ബില്ല് നീ കൊടുക്കുമോ? അല്ലെങ്കിലും പണ്ടേ ഉള്ളതാ നിങ്ങൾക്ക്. മക്കൾ പറയുന്നത് എന്തും വാങ്ങിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞാൽ അതിനൊക്കെ ഒരു മുടക്കം. അതിന് നിനക്ക് വാങ്ങിച്ചു തരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആവശ്യത്തിനുള്ളത് കഴിക്കുക, അനാവശ്യമായി കഴിക്കണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞത്. അയ്യോ, തുടങ്ങിയ രണ്ടാളും കൂടെയുള്ള തർക്കം? ഇല്ല മോളെ, ഞാൻ തർക്കിക്കാനൊന്നും നിൽക്കുന്നില്ല. നിന്റെ പപ്പയ്ക്ക് എപ്പോഴുമുള്ള സൂക്കേടാ. എവിടെയെങ്കിലും പുറത്ത് പോയാൽ ഞാനുമായിട്ടൊന്ന് ഉടക്കൽ. നിങ്ങളുടെ കൂടെ പുറത്ത് വരാനേ എനിക്ക് മടിയിതാ. എവിടെ പോയാലും ഉണ്ടാവും രണ്ടാളുടെ മുഖം കൊട്ട പോലെ. അതെ അപ്പുസേ, നീ പറഞ്ഞത് ശരിയാ. കണ്ടോ പിള്ളേര് വരെ പറയുന്നത് കണ്ടോ? നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. എന്റെ കമലെ, നീ ഒന്ന് മിണ്ടാതിരി. ഇത് പുറത്താണ്, നമ്മുടെ വീടല്ല. ഞാനിപ്പോ എന്തെങ്കിലും പറയുന്നതാ തെറ്റ്. എന്റെ മൂടെല്ലാം പോയി. ഞാൻ നിങ്ങളെയും കൂട്ടി ബീച്ചിലൊക്കെ പോകണമെന്ന് വിചാരിച്ചതാ. ഇനി എനിക്ക് ഒന്നിനും വയ്യ. അതെ, ബീച്ച്. മമ്മി കാരണമെന്ന ഞങ്ങളുടെ ബീച്ച് പോക്ക് മുടങ്ങിയാൽ മമ്മിക്ക് ഞങ്ങൾ വച്ചിട്ടുണ്ട്. ഈ മക്കളുടെ ഒരു കാര്യം, മമ്മി വെറുതെ തമാശ പറഞ്ഞതല്ലേ ഇതൊക്കെ. മമ്മിക്ക് ഒരു പ്രശ്നവുമില്ല. എവിടെയെങ്കിലും പോകുന്നാന്ന് പറയുമ്പോഴുള്ള അവളുടെ മനംമാറ്റം കണ്ടോ? എന്റെ സുഖുവേട്ടാ, നിങ്ങൾ അത് വിട്ടുകളാ. നമുക്ക് അവിടെയൊക്കെ നടിച്ചു പൊളിച്ചിട്ട് പോകാം. എത്ര കാലമായി നമ്മൾ പുറത്തൊക്കെ ഒന്ന് വന്നിട്ട്. സോറി, ഇനി ഉണ്ടാവില്ല. കണ്ടോ മക്കളെ, നിങ്ങളുടെ മമ്മിയുടെ പ്രശ്നം പരിഹരിക്കാൻ ഇതേ ഉള്ളൂ ഒരു മാർഗം. എവിടെയെങ്കിലും പോകുന്നാന്ന് പറഞ്ഞാൽ മമ്മി ഹാപ്പി ആയിരിക്കും. നീ നേരത്തെ തന്നെ ടേബിളിലേക്ക് ഹാജരായോ? അതെ, ഇന്ന് മമ്മി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്ത് ചിക്കൻ ഫ്രൈയോ? അതെ അതെ. എന്നിട്ടാണോ നീ ഞങ്ങളെ വിളിക്കാൻ ഒറ്റക്ക് വന്നിരിക്കുന്നത്? നിങ്ങളെ പ്രത്യേകിച്ച് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തുണ്ടെങ്കിലും മണത്തിവിടെ എത്തുമല്ലോ. മമ്മി, എന്താ കൊണ്ടുവരാത്തത്? വെയിറ്റ് ചെയ്ത് മടുത്തു എനിക്ക്. ഓഹോ, നിനക്ക് മാത്രമല്ല എനിക്കും മടുത്തു. അതിന് നീ ഇപ്പം വന്നല്ലേ ഉള്ളൂ. മമ്മി, ഒന്ന് വേഗം വാ. എന്തുവാ ഇവിടുന്ന് ബഹളം വെക്കുന്നത്? ഹായ്, ചിക്കൻ ഫ്രൈ വന്നു. നല്ല മണം. ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ ചിക്കൻ ഫ്രൈ കൊണ്ടുവരുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് ബഹളം വെക്കുന്നത്? അയ്യോ, ചിക്കൻ ഫ്രൈ തിന്നാനുള്ള കൊതി കൊണ്ടാ മമ്മി. ഒന്ന് വേഗം താ. അയ്യോ, ഇതെന്തൊരു കൊതിയന്മാരാണ്. നിങ്ങൾ ജനിച്ചത് ചിക്കൻ ഫ്രൈ കണ്ടില്ലേ?
അവളെവിടെ പിങ്കി? അവളെയും കൂടെ വിളിച്ചിട്ട് മൂന്നാളും കൂടെ കഴിച്ചോ? ഓ ശരി മമ്മി. നല്ല മണം. അതെ അതെ, വായിൽ നിന്ന് വെള്ളം വന്നിട്ട് വയ്യ. ഞം 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 ഞം. ആഹാ, നല്ല രുചിയില്ലേ? ഞം 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 ഞം. അതെ അതെ. അയ്യോ, ചിക്കൻ ഫ്രൈ തീർന്നു പോയി. തീരണ്ടായിരുന്നു. അതെ അതെ, എന്നിട്ട് പൂതി മാറിയില്ല. നല്ല രുചിയുണ്ടായിരുന്നു. എനിക്ക് ഇനിയും വേണമായിരുന്നു. എനിക്കും വേണമായിരുന്നു. തിന്നതറിഞ്ഞില്ല, അപ്പോഴേക്കും തീർന്നു. ദാ അപ്പുസേ, എനിക്കൊരു ഐഡിയ. എന്താ എന്താ ഐഡിയ? നമുക്ക് പിങ്കിയുടെ ചിക്കൻ ഫ്രൈ തിന്നാലോ? രണ്ടുപേർക്കും 50-50 ആക്കാം. ആ, അത് സൂപ്പർ ഐഡിയ ആണല്ലോ. അവൾ എന്തായാലും ചിക്കൻ ഫ്രൈ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും തിന്നാം. എന്നാ വാ, എടുക്ക്. നല്ല മണം. വേഗം ഒരു കടി നീ കടിക്ക്, എന്നിട്ട് എനിക്കെന്താ? ഞം ഞം ഞം. ഇനി എനിക്കിതാ. ഇന്ന, ഇനി നീ കടിച്ചോ. ഞം ഞം ഞം. ഹായ്, എന്താ രുചി. ഇനി ഇങ്ങതാ. ആടെ നിക്ക് കൊതിയാ, ഞാനൊരു കഷ്ണം കൂടെ കടിക്കട്ടെ. മതി മതി കടിച്ചത്. ഇനി ഇങ്ങോട്ട് താ. അയ്യേ, ഇതെന്തൊരു കൊതിയാടാ നിനക്ക്. ഞം 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 ഞം. നല്ല രുചി. ഞം 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 ഞം. അയ്യോ, ഇതും തീർന്നു പോയി. മമ്മിയോട് ഇനിയും ചോദിച്ചാലോ? ആ, ചോദിക്കാൻ അങ്ങോട്ടേക്ക് ചെന്നാ മതി. പിങ്കിയുടെ കൂടെ തിന്നിട്ട് നല്ല കോളായിരിക്കും. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. അയ്യോ, അതവളല്ലേ പിങ്കി? അതെ അതെ. ഹായ്, നല്ല പൊരിച്ച കോഴിയുടെ മണം. അതെ, നല്ല പൊരിച്ച കോഴിയുടെ മണം. അത് ഞങ്ങൾക്കറിയില്ല. ഇതെവിടുന്ന നിങ്ങളുടെ മുന്നിൽ പൊരിച്ച കോഴിയുടെ എല്ലി? ശരിയാണല്ലോ, ഇതെവിടുന്ന എല്ലി? അതെ അതെ, ഇതെവിടുന്ന വന്നതെന്ന് ഞങ്ങൾ കണ്ടില്ല. എന്ത് കണ്ടില്ലെന്നോ? കള്ളം പറയുന്നോ? സത്യം പറ, ഇതെവിടുന്ന ഈ എല്ലി? അത് പിന്നെ ഇത് 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 എന്തെന്നാ രണ്ടാളും കൂടെ കുറെ നേരമല്ലേ ഇത് കൊതി എന്ന് പറയുന്നു? നിങ്ങൾ പറയില്ലേ? മമ്മി മമ്മി. അയ്യോ, അവൾ മമ്മിയെ വിളിക്കുന്നു. മമ്മി മമ്മി. എന്തുവാടി കിടന്ന് കാർന്നത്? നോക്ക് മമ്മി, ഇവരുടെ മുന്നിൽ ചിക്കന്റെ എല്ല്. ചിക്കന്റെ എല്ല്? ചിക്കൻ കഴിച്ചാ പിന്നെ ചിക്കന്റെ അല്ലാണ്ട് മട്ടന്റെ എല്ല് ഉണ്ടാവുമോ? എന്ത്? ചിക്കൻ കഴിച്ചെന്നോ? ആര്? എനിക്ക് തരാണ്ട് ഇവിടെ ആരാ ചിക്കൻ കഴിച്ചത്? എനിക്കത് അറിയണം. നിനക്ക് തരാണ്ടോ? അതെന്താ, നിനക്കും കൂടെയല്ലേ ഞാൻ ഇവിടെ ചിക്കൻ പൊരിച്ചു വെച്ചത്? എന്ത്? എനിക്ക് കൂടെ തരാൻ മമ്മി ചിക്കൻ പൊരിച്ചു വെച്ചെന്നോ? എന്നിട്ട് എവിടെ പൊരിച്ച ചിക്കൻ? ഞാൻ കണ്ടില്ലല്ലോ, എനിക്ക് കിട്ടിയിട്ടുമില്ല. കിട്ടിയിട്ടില്ലെന്നോ? ദാ ഇവിടെ വെച്ച അവളുടെ ചിക്കന്റെ പീസ് എവിടെ? അത് പിന്നെ മമ്മി, ദാ ഇവൻ എടുത്ത് കഴിച്ചു. എന്ത്? ഞാൻ എടുത്ത് കഴിച്ചെന്നോ? അല്ലേ മമ്മി, ഇവൻ തന്നെ എടുത്ത് കഴിച്ചത്. അയ്യോ, ഞാനല്ലേ മമ്മി, ഇവനാ കഴിച്ചത്. എടാ കള്ള, നുണ പറയുന്നോ? നീയല്ലേ കഴിച്ചത്? ഞാനല്ല, നീയാ കഴിച്ചത്. അല്ല, നീയാ കഴിച്ചത്. ഒന്ന് നിർത്ത്, എനിക്ക് മനസ്സിലായി ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. എനിക്ക് കൊണ്ടുവച്ച ചിക്കൻ പീസ് ഇവർ രണ്ടുപേരും എടുത്ത് കഴിച്ചിട്ടുണ്ടാവും, അതാ സംഭവിച്ചത്. നേരാണോടാ? അത് പിന്നെ അത് മമ്മി ഞങ്ങളോട് അറിയാണ്ട് കഴിച്ചു പോയതാ. രണ്ടിന് ഞാനിന്ന് ഇവിടെ നിന്ന് ഒരു പച്ച വെള്ളം പോലും തരില്ല. ചിക്കൻ പീസ് എടുത്ത് കഴിച്ചതിനല്ല, നുണ പറഞ്ഞതിന്. ഇനി അവർക്ക് പച്ച വെള്ളവും പഴുത്ത വെള്ളവും കൊടുക്കാണ്ട് നിന്നിട്ടെന്താ? എനിക്കെന്താ ചിക്കൻ പീസ് വേണം. പിങ്കി, ഇന്ന് ഇവിടെ ഇനി പൊരിക്കാൻ ചിക്കന്റെ പീസ് ബാക്കിയില്ല. നാളെ ചിക്കൻ വാങ്ങുമ്പോൾ ഇവർക്ക് കൂടെ കൊടുക്കാണ്ട് അവരുടെ പീസും കൂടെ ഞാൻ നിനക്ക് തരും. വേണ്ട വേണ്ട, എനിക്ക് നിന്റെ പീസ് വേണം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാൻ വച്ചിട്ടുണ്ട്. രണ്ടിനെ ഞാൻ 2 ദിവസം പട്ടിണിക്കിടും. മതി, നിങ്ങൾ ഇനി ഒന്നും കഴിക്കണ്ട. കുരുത്തം കെട്ട പിള്ളേര്. മമ്മി അതൊന്നും പറഞ്ഞ തടി ഊരാൻ നോക്കണ്ട. എനിക്കെന്റെ ചിക്കൻ പീസ് വേണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തല തല്ലി ചാകും. എന്നാ നീ അവിടെ തലതല്ലി ചാകലേ ഉണ്ടാകും. ഇല്ലാത്ത സാധനം കൊണ്ട് എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ലല്ലോ. മമ്മി ഒന്നും പറയണ്ട, എനിക്ക് വേണം. മമ്മി എപ്പോ നോക്കിയാലും ഇവരുടെ ഭാഗത്താ. എനിക്ക് വേണം എന്റെ ചിക്കൻ പീസ്. നിന്ന് മോഹാതെടി. വേണ്ട മമ്മി ഒന്നും പറയണ്ട, എനിക്ക് വേണം. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങ്. നിങ്ങൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. മമ്മി, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാ, ഇനി ഉണ്ടാവില്ല. ഇനി ഉണ്ടാവാൻ നിങ്ങൾക്ക് മേലാൽ ഇനി ഞാൻ ചിക്കൻ ഫ്രൈ തരില്ല. രണ്ടും പോയിരുന്ന് പഠിച്ചോ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാണ്ട്. അകത്ത് നിന്ന് ഇറങ്ങണ്ട. ഇന്ന് നിങ്ങൾ ഭക്ഷണം നോക്കുകയേ വേണ്ട. ഒരു പച്ച വെള്ളം പോലും ഞാൻ തരില്ല. പോയിക്കോളാനാ പറഞ്ഞ രണ്ടിനോടും. മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ ഇതിങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമാ. കുരുത്തം കെട്ട പിള്ളേര്. ഡി പെണ്ണെ, നിന്ന് മോങ്ങാൻ നിൽക്കണ്ട. നിനക്ക് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി തരാം. ഓർഡർ ചെയ്യുന്നോ? എന്നാലേ എനിക്ക് ചിക്കൻ ഫ്രൈ വേണ്ട, ഷവർമ മതി. ഷവർമ വേണ്ട വേണ്ട, ഷവർമക്കൊക്കെ പൈസ കൂടുതലാ. നിനക്ക് മാത്രം ഞാനൊരു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്ത് വരുത്തി തരും. എന്നാ അതാണെങ്കിൽ അത്. പിന്നെ അതിന്റെ കൂടെ 2 പൊറോട്ടയും വെച്ചോളാൻ പറ. അതാകുമ്പോൾ കാക്കയുടെ വിശപ്പും മാറും, പശുവിന്റെ ചൊറിച്ചിലും മാറും. ഇതെന്താ ബസ് വരാത്തത്? എത്ര നേരമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. വൈകിയാൽ മമ്മി ചീത്ത പറയുമല്ലോ. അപ്പൂസിനെയും കുഞ്ചൂസിനെയും ഇനിയും കാണുന്നില്ലല്ലോ. ഇനി അവരുടെ ട്യൂഷൻ കഴിഞ്ഞിട്ടില്ലേ? പിങ്കി, നീയോ? നീ എന്താ ഇവിടെ? ഞാൻ ടൗണിലേക്ക് പോകാൻ നിൽക്കുകയാ. നീ എന്താ ഇവിടെ? നീ എവിടെ പോകാൻ നിൽക്കുകയാ? ഞാനോ? ഞാൻ ട്യൂഷനും കഴിഞ്ഞ് ബസ് കാത്തു നിൽക്കുകയാ ഇവിടെ. അതെന്താ, നീ തനിച്ചാണോ? അവരെവിടെ അപ്പൂസും കുഞ്ചൂസും? അവരുടെ ട്യൂഷൻ കഴിഞ്ഞില്ലാന്നാ തോന്നുന്നത്.
അവരെ ഞാൻ കണ്ടില്ല. പിന്നെ എന്തൊക്കെയുണ്ട് പിങ്കി വിശേഷം? ഹോ, എന്ത് വിശേഷം, ഇങ്ങനെ പോകുന്നു. പിങ്കി, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോടോ? എന്ത് കാര്യം? അത് പിന്നെ ഡീ പീക്കിരി, ഡീ പീക്കിരി, നീ എന്ത് ചെയ്യുക ഇവിടുന്ന്? ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനിവിടെ ബസ് കാത്തു നിൽക്കുകയാ. അല്ല, ആരിത്? നമ്മുടെ ജിമ്മി ചേട്ടനോ? ജിമ്മി ചേട്ടന് നിന്റെ കൂടെ ബസ് കാത്തു നിൽക്കുകയാണോ? അവനെന്തിനാ എന്റെ കൂടെ ബസ് കാത്തു നിൽക്കുന്നത്? അത് ഞങ്ങൾക്കറിയാമോ ഇവനെന്തിനാ നിന്റെ കൂടെ നിൽക്കുന്നതെന്ന്? അയ്യോ, ഞാൻ ഇവളുടെ കൂടെ ബസ് കാത്തു നിൽക്കുന്നതൊന്നുമല്ല. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഇവളുടെ കൂടെ അല്ലാണ്ട് പിന്നെ വേറെ ആരുടെ കൂടെയാ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ടൗണിലേക്ക് പോകാൻ നിൽക്കുകയാ. അപ്പോഴാണ് ഇവൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പൊ നീ അവൾക്ക് കൂട്ടിന് വന്നതാണോ? അതെന്തിനാ ഇവനെ എനിക്ക് കൂട്ടിന് വരുന്നത്? നിങ്ങൾ വെറുതെ ഓരോന്ന് പറയുകയാണോ? ഞങ്ങൾ പറഞ്ഞതാണോ ഇപ്പൊ തെറ്റ്? നീ ചെയ്തതല്ലേ? ഞാൻ ചെയ്തതോ? ഞാനിതൊന്നും അതിനു വേണ്ടി മാത്രം ചെയ്തത്. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. വേണ്ട വേണ്ട, നീ നിന്ന് ഉരുളുകയൊന്നും വേണ്ട. ഞങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുക്കും. എന്ത് പറഞ്ഞു കൊടുക്കുമെന്ന്? നിങ്ങൾ രണ്ടുപേരും ബസ് സ്റ്റാൻഡിൽ നിന്ന് കിഞ്ഞടിക്കുന്ന കാര്യം. വേണ്ടാണ്ട് ഓരോന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഞങ്ങൾ വേണ്ടാത്തതൊന്നുമല്ല പറഞ്ഞത്, ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത്. ഹോ, പിന്നെ ഒരു വേണ്ട കാര്യം അന്വേഷിക്കുന്ന രണ്ട് CID-കൾ വെറുതെ എന്റെ കാര്യത്തിൽ ഇടപെടാൻ നിന്നാലുണ്ടല്ലോ, രണ്ടിനും എന്റെ കയ്യിൽ നിന്ന് നല്ല പെടകൊള്ളു. ഹോ, പിന്നെ നീ ഇനി പെടപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ നിന്നു തരാം. പിങ്കി, ഞാൻ പോകട്ടെ, എന്നാൽ എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. നിക്കട ചെറുക്ക, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി നീ. ഞാനെന്ത് തീരുമാനം ഉണ്ടാക്കാനാ? എനിക്കൊന്നും അറിയില്ല. എപ്പം നോക്കിയാലും ഞാനോട് പോലെ കയറി വന്നവൻ പിങ്കി കൊങ്കി എന്ന് വിളിച്ചു നിൽക്കും. എന്നിട്ട് ചീത്ത മുഴുവൻ എനിക്ക് കിട്ടണം. നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെന്താണ്? അതാദ്യം പറഞ്ഞു. അയ്യോ, അതൊന്നുമില്ല. അതൊന്നുമില്ലാത്തത് കൊണ്ടാണോ നീ പിന്നെ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് പിന്നെ എനിക്ക് നിന്റെ മാത്സിന്റെ നോട്ട്ബുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ തരുമോ എന്നാ ഞാൻ ചോദിച്ചത്. എന്നാ പിന്നെ ശരി, ഞാൻ പോകട്ടെ. എനിക്ക് കുറച്ച് ധൃതിയുണ്ട്. അങ്ങനെ അവന്റെ പ്രശ്നം തീർന്നു. ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ പറ. അത് പിന്നെ നീ തനിച്ച് അവന്റെ കൂടെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ഇഷ്ടത്തിലോ? അത് ഞാനൊരു പോലെ അവന്റെ കൂടെ മുട്ടേനെങ്കിൽ വിരിഞ്ഞില്ല. രണ്ടും ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നത് കേട്ടാ മതി. അയ്യോ അപ്പൂസേ, ഇവ നല്ല കലിപ്പിലാണല്ലോ ഉള്ളത്. അതെ, നല്ല ചൂടിലാ ഉള്ളത്. നമുക്കെന്തെങ്കിലും വിഷയം മാറ്റിക്കളയാം. എന്താ രണ്ടും കൂടെ നിന്ന് പിറവിറുക്കുന്നത്? ചേച്ചി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ചേച്ചി ക്ഷമിച്ചു കളാം. ചേച്ചി ഞങ്ങളുടെ മുത്തല്ലേ? നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം കുറച്ച് കൂടുന്നുണ്ട്. അധികം വിളച്ചിലെടുത്താലുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളുടെ ഡിസ്കോ ഡാൻസ് കളിക്കരുതെന്ന്. ബസ് ഇപ്പം വരും. വീട്ടിലെത്തട്ടെ, ബാക്കി നിങ്ങൾക്ക് ഞാൻ അവിടെ വെച്ചിട്ട് തരാം. അയ്യോ ചേച്ചി, ചതിക്കല്ലേ ചേച്ചി. അത് വീട്ടുകളാ. അത് വീട്ടിലൊന്നും ഇനി കൊണ്ടുപോയി മമ്മിയുടെ ചെവിയിലൊന്നും എത്തിക്കല്ലേ. ഓ, എന്താ ബഹുമാനം. ചേച്ചിയാണ് പോലും ചേച്ചി. അല്ലാത്ത സമയത്തൊന്നും അത് വിളിക്കുന്നത് കേൾക്കില്ലല്ലോ. എന്താ നീക്ക് എന്നെ വിളിക്കല്? പീക്കിരി എന്നാ? ഇനി മേലാൽ നിങ്ങൾ രണ്ടുപേരും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ അറിയും. എന്നെ നന്നാക്കാൻ വന്നിരിക്കുന്നു രണ്ടും കൂടി. എനിക്കാകെ ഭ്രാന്ത് പിടിച്ചിട്ടാ ഉള്ളത്. എടാ അപ്പൂസേ, എന്താണ് അവളുടെ മുഖം ഇങ്ങനെ യക്ഷിയെ പോലെ? നമുക്ക് ചെന്നൊരു സോറി പറഞ്ഞാലോ? പിന്നെ നീ സോറി പറയാനങ്ങ് ചെല്ല്. എന്റെ സോറിക്ക് വേണ്ടി അവൾ കാത്തു നിൽക്കുന്നു. ഞാനൊന്നുമില്ല സോറി പറയാനൊന്നും. എന്നാ വാ, നമുക്ക് രണ്ടുപേർക്കും ആ സീറ്റിൽ പോയിരിക്കാം. രണ്ടും പേടിച്ചെന്ന് തോന്നുന്നു. ഇനി ഇവിടെ നടന്നതൊന്നും വീട്ടിൽ പോയി അവന്മാർ വിശദീകരിക്കാൻ നിൽക്കില്ല. മണ്ടന്മാർ. ഞാൻ ഇങ്ങനെ ദേഷ്യത്തോടെ നിന്നില്ലായിരുന്നെങ്കിൽ രണ്ടും കൂടെ മമ്മിയോട് ഓരോന്നും വേണ്ടാത്തത് പറഞ്ഞു കൊടുത്ത് മമ്മിയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല തല്ല് കൊണ്ടേനെ. രക്ഷപ്പെട്ടു ഞാൻ.